ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ വൻ തീപിടുത്തം. 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 5 നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തിയെങ്കിലും അതിലൊരാൾ ICUവിൽ വെച്ച് മരിച്ചതായും അധികൃതർ പറഞ്ഞു. ശനിയാഴ്ച രാത്രി 11:30-നാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെയോടെ തീയണച്ചു. 16 അഗ്നിരക്ഷാ വാഹനങ്ങളാണ് തീയണയ്ക്കാൻ എത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. നിരവധി ഓക്സിജൻ സിലിണ്ടറുകളും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 11 നവജാത ശിശുക്കളെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. രക്ഷപ്പെടുത്തിയ നവജാത ശിശുക്കളെ തുടർ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ഈസ്റ്റ് ഡൽഹി അഡ്വാൻസ് NICU ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി കെട്ടിടത്തിനും സമീപത്തുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിനുമാണ് തീപിടിച്ചത്. കിഴക്കൻ ഡൽഹിയിലെ വിവേക് വിഹാർ ഏരിയയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ രാത്രി 11:32-ന് തീപിടുത്തമുണ്ടായതായി ഡൽഹി ഫയർ സർവീസസ് അറിയിച്ചു. തുടർന്ന് 16 യൂണിറ്റ് ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തി. പോലീസും അഗ്നിശമന സേനകളും ഉടനെത്തി തീയണച്ചു. ശേഷം രക്ഷപ്പെടുത്തിയ നവജാത ശിശുക്കളെ തുടർ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ഈസ്റ്റ് ഡൽഹി അഡ്വാൻസ് NICU ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം അപകടത്തിൽപ്പെട്ട സ്ഥലത്തു നിന്നും 12 പേരെ രക്ഷപ്പെടുത്തിയതായും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്.